എന്നിട്ട് ആലോചിക്കണം UDFന്റെ ആരോഗ്യമന്ത്രി ആരായിരുന്നു എന്ന്. കഴിഞ്ഞ ടേമിൽ ആരോഗ്യമന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, VS ശിവകുമാർ. കേസ് എത്രയാണെന്ന് ആലോചിച്ചോക്കണം. എന്തിനാണെന്നറിയോ കേസ്? ഡിസ്പ്രൊപ്പോർഷനേറ്റ് അസറ്റ് കേസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് 1-2 കോടിയല്ല, 500 കോടി, മിനിമം 500 കോടിയുടെ അഴിമതിയാണ് എന്ന് ഞാൻ വിളിച്ചു പറയുമ്പോ അതിന് ആധികാരികത കൂടും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഈ 6 വരി പാത വരാതിരിക്കാൻ വേണ്ടി 2016 UDF ഇറങ്ങിപ്പോകുമ്പോൾ ചെയ്ത കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇതൊരിക്കലും കേരളത്തിൽ നടന്നില്ല എന്നുള്ളതിന് കേരളത്തിൽ 2016 ശേഷം വന്ന സർക്കാരിന്റെ തലയിൽ ഈ കുറ്റമിടാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ സ്ഥലം എടുത്തിരിക്കുന്ന പല പ്രദേശങ്ങളിലും സ്ഥലം ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കാതെ പിടിച്ചു വെച്ച് അവരെ സർക്കാരിനെതിരെ കുത്തി ഇറക്കി വിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് BJPയുടെ ഒരു ഇരട്ടത്താപ്പ് കൊണ്ട് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വാചകത്തിൽ അർത്ഥം കൊണ്ട് തന്നെ ഇങ്ങോട്ടെങ്ങനെയോ അതുപോലെ തന്നെ അങ്ങോട്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആ രാഷ്ട്രീയത്തിന്റെ പേരായിരിക്കണം ഇനി വരും കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷം ഉയർത്തുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ. അത് തെരുവിലെങ്കിൽ തെരുവില്, കൊങ്ങയ്ക്ക് പിടിച്ചെങ്കിൽ കൊങ്ങയ്ക്ക് പിടിച്ച് വാങ്ങിയെടുക്കാനുള്ളത് വാങ്ങിയെടുക്കാൻ അറിയുമെന്നും അതിന് സാധൂകരണം നൽകുന്ന ഒരു ഭരണഘടന നിലവിലുള്ളിടത്തോളം കാലം ആ വഴികൾ തേടുമെന്നും ആ വഴികൾ അടയുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനെ സമരം ചെയ്യാൻ പിന്നാരും പഠിപ്പിക്കാൻ വരണ്ടെന്നും അത് കാണിച്ചു തരാമെന്നും പറയാനുള്ള രാഷ്ട്രീയാർജവത്തിലേക്കാണ് സഖാക്കളെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. കഴിഞ്ഞ 20 കൊല്ലക്കാലത്ത് 15 കൊല്ലം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിമാരായിരുന്നവരുടെ പേരുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2016 മുതൽ 2006 മുതൽ 11 വരെ ശ്രീമതി ടീച്ചർ അല്ലേ 2016 മുതൽ 21 വരെ ഷൈലജ ടീച്ചർ അല്ലേ, 2021 മുതൽ ഇതാ 26 പൂർത്തിയാക്കുന്നത് വരെ വീണ ജോർജ്. അതായത് 2006 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ 20 കൊല്ലക്കാലത്തിനിടയിൽ 15 കൊല്ലക്കാലം ഒരു വനിതയെ ആരോഗ്യരംഗം ഏൽപ്പിക്കണമെന്നും അതിനൊരു തുടർച്ചയുണ്ടാകണമെന്നും അങ്ങനെ ഉണ്ടാകുന്ന ആരോഗ്യരംഗം അമ്മമാരുടെ മനസ്സറിയാൻ കഴിയുന്ന, സ്ത്രീകളുടെ മനസ്സറിയാൻ കഴിയുന്ന, അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നത് ആർക്കെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ എന്ന് ഉറപ്പുള്ള ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയത്തെ നിങ്ങൾ ആലോചിക്കണം. നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ പറ്റി, അതിലുള്ള 142 കോടിയിലേറെ വരുന്ന മനുഷ്യരെ പറ്റി. ആ മനുഷ്യരുടെ എണ്ണം കണക്കാക്കാൻ ഇന്ന് ഈ രാജ്യത്ത് സംവിധാനമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ 142 കോടിയിലേറെ ഇന്ത്യൻ ജനതയുണ്ട് എന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ് എന്നും ഇന്ത്യയുടെ കയ്യിൽ കണക്കില്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഏകദേശം 2 മാസം മുന്നെയാണ് വിദേശത്ത് നിന്ന് UN-ന്റെ ഒക്കെ ഭാഗമായിരിക്കുന്ന ഒരു സംഘടന നിങ്ങളുടെ ജനസംഖ്യ 142 കോടി കഴിഞ്ഞു, ചൈനയേക്കാൾ വലുതായി, ഇപ്പൊ നിങ്ങളാണ് 1ാം സ്ഥാനത്ത് എന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നത്. അതിനുള്ള കാരണം എന്താ? സെൻസസ് എന്ന് കേട്ടിട്ടില്ലേ? ഇത് ഈ സ്കൂളിലെ ടീച്ചർമാരെയും അതുപോലെ തന്നെ വീട്ടില് എന്താ പറയാ വെറുതെ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും അവരങ്ങനെയെങ്കിലും പണിയെടുക്കട്ടെ. എങ്ങനെയായിരുന്നു നമ്മൾ പണ്ട് സെൻസസ് പണിക്ക് പോകുന്ന ആളുകളെ നോക്കി പറഞ്ഞിരുന്നത്? എന്ന് വെച്ചാൽ എന്താ, ശമ്പളം വാങ്ങുന്നതല്ലേ, കുറച്ച് പണിയെടുത്തോട്ടെ, ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു നമുക്കല്ലേ. അവര് ചെയ്യുന്നത് എന്തായിരുന്നു എന്നും ഒരു രാജ്യത്തിന്റെ അതിന്റെ സംസ്ഥാനങ്ങളുടെയും അതിന്റെ വിവിധ പ്രദേശങ്ങളിലെയും ജനങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുക എന്നും ആ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിലൂടെയാണ് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള ആ പ്രദേശത്തിൻ്റെതായിട്ടുള്ള സമഗ്ര വികസനം കൊണ്ടുവരുന്നതിനു വേണ്ടി എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കിയെടുത്ത് പരിഷ്കരിക്കേണ്ട സാഹചര്യങ്ങളുള്ള നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഷ്കരിക്കാനും എങ്ങനെയാണ് ഫണ്ട് വിനിയോഗം ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തുന്നത് എന്ന് ഒന്നുകൂടി സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചുറപ്പിക്കാനും അത് തിരുത്താനും അങ്ങനത്തെ രീതിയിൽ പ്ലാൻ ചെയ്യുക, പദ്ധതി ഇടുക, ആസൂത്രണം ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് സെൻസസ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ കൃത്യമായി സ്വതന്ത്ര ഇന്ത്യയിൽ 1951 മുതൽ ഇങ്ങോട്ട് എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടന്നിരുന്നു. 2011 ശേഷം അത് നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. എന്താ നടക്കാത്തതിന് കാരണം? ഇതാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നല്ല ഉത്തരം ശരിയാണ്. 2021 നടക്കാത്തതിന് കാരണം ഈ പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം. ഞാൻ ചോദിച്ചത് എന്താ, 2011 ശേഷം സെൻസസ് നടക്കാത്തതിനുള്ള കാരണം എന്താന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ കോവിഡ് എന്ന് പറഞ്ഞ്. അത് ഞാൻ സമ്മതിച്ചു തരില്ല. 10 വർഷത്തെ ഇടവേളയിൽ 2011 കഴിഞ്ഞ് 2021
സെൻസസ് നടക്കാത്തതിനുള്ള കാരണം എന്താ? അത് ഞാൻ അംഗീകരിച്ചു തരാം. കോവിഡ് ഒക്കെ പോയില്ലേ, കൊല്ലം 3-4 കഴിഞ്ഞില്ലേ, എന്തേ നടക്കാത്തത്? ഉത്തരം ലളിതമല്ലാത്തത് കൊണ്ടാണ് അത് നടക്കാത്തത്. നടക്കും, അതിനൊരു കൊല്ലം കൂടി അങ്ങ് മൂക്കണം. അതിന് വേറൊരു കാരണം കൂടി സൈഡിൽ കിടക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തിന്റെ ആസൂത്രണത്തിൽ ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഒരു സർക്കാർ അത് എത്തിച്ചു കൊടുക്കുന്നതിനും അത് പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇടുന്നതിന് കേന്ദ്ര സർക്കാരിന് തീർത്തും താല്പര്യമില്ല എന്നും കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള കളികൾ വേറെ കുറച്ച് കളികളാണ് എന്നുള്ളതിന്റെയൊക്കെ നേർചിത്രം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ്. 2023 കേരളം സുപ്രീം കോടതി കയറിയതിനെ പറ്റി ഡിസംബർ മാസത്തിൽ നമ്മൾ കൊടുത്ത കേസിലെ ഒരു വാദം നേരത്തെ സഖാവ് ബൃന്ദ നിങ്ങളുടെ അടുത്ത് ഉന്നയിക്കുകയുണ്ടായി. ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ രാജ്യം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരെ ഓർമ്മ വരും, 1947 ഓഗസ്റ്റ് 15 ഓർമ്മ വരും, മഹാത്മാഗാന്ധിയെ ഓർമ്മ വരും, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ വരെയൊക്കെ ഓർമ്മ വരും. അതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. ഈ ഉണ്ടായ രാജ്യത്തെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ബൃഹത് ഗ്രന്ഥം നമ്മൾ എഴുതിയുണ്ടാക്കിയിരുന്നു, ഒരുപാട് ചർച്ച ചെയ്തിട്ട്. എന്താ അതിന്റെ പേര്? ഭരണഘടന. ഈ ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. മലയാളത്തിൽ, പച്ച മലയാളത്തിൽ ഞാനത് പറഞ്ഞു തന്നിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിപ്പിച്ചിട്ടേ പോകുള്ളൂ. കാരണം എന്താണ് ഈ ഫെഡറൽ സംവിധാനം എന്നും ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഭരണം എങ്ങനെയാണ് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ എന്താണ് എന്നും കഴിഞ്ഞ മാസം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉപരോധ സമരം നടത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും. കൊടിപിടിച്ച് കാൽനടയായിട്ട് അതിന്റെ പ്രചരണം നടത്തിയവരാണ് നമ്മൾ. ഇനി അതിലും തീക്ഷ്ണമായ സമരത്തിലേക്ക് പോകുമ്പോൾ എന്തിനാണപ്പാ ഈ സമരം എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സംസ്ഥാനങ്ങളുടെ സംയോജനമായിട്ട് വേണം ഇന്ത്യയെ കരുതാൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിട്ടുണ്ട് എന്നും ആ രാജ്യത്തിന് വേണ്ടി എഴുതുന്ന ഈ ഭരണഘടനയിൽ ഇന്ത്യയെ ഞങ്ങൾ കുറച്ച് സംസ്ഥാനങ്ങളായി വിഭജിച്ചിട്ടുണ്ട് എന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഉള്ള പ്രദേശങ്ങളെ എല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യ എന്നും ആ ഇന്ത്യ രാജ്യത്തിന്റെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലേ രാജ്യമുള്ളൂ എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം ഈ മലയാളി എത്രത്തോളം ഉയരത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവോ, അത് കേട്ട് തമിഴനും തെലുങ്കനും കന്നഡികയും ഒക്കെ അത് ഏറ്റു പറയുന്നുവോ, അതിന്റെ പ്രകമ്പനം അങ്ങ് ഡൽഹിയിൽ കൊള്ളുന്ന ദിവസമായിരിക്കും ഈ രാജ്യത്ത് ആ ഭരണഘടനയുടെ അർത്ഥം അങ്ങിരിക്കുന്ന പുങ്കവന്മാർക്ക് മനസ്സിലാകാൻ പോകുന്നത്. അതിന്റെ ഒരു ചെറിയ വെടിപൊട്ടിക്കാൻ വേണ്ടി സ്റ്റാലിൻ 22-ാം തീയതി, നാളെ കഴിഞ്ഞ് മറ്റന്നാളും കഴിഞ്ഞുള്ള ദിവസം ചെന്നൈയിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ആ യോഗത്തിന് പോകുന്നുണ്ട്. എന്തിനാ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നതെന്ന് അറിയോ? ഇതൊന്ന് ഓർമ്മപ്പെടുത്താൻ. എന്ത്? ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അല്ലാതെ ഏകഛത്രാധിപതിയായ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഭരിക്കുന്ന ചക്രവർത്തിക്ക് തോന്നുംപടി നടത്താനുള്ള അയാൾ വിഭജിച്ചു കൊടുത്തിരിക്കുന്ന രാജ്യത്തിന്റെ പ്രദേശങ്ങളും സാമന്ത രാജ്യങ്ങളും സ്ഥലങ്ങളുമായിട്ടല്ല ഈ രാജ്യം നിൽക്കുന്നത്. പകരം ഈ സംസ്ഥാനങ്ങളുടെ, ഈ പ്രദേശങ്ങളുടെ സംയോജനത്തിന്റെ ആകത്തുകയായാണ് ഇന്ത്യ ഉണ്ടായത് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറയും. എന്താ പറയാ? ഈ യൂണിയനും ഈ സംസ്ഥാനങ്ങളുടെ സംയോജനം കൊണ്ടുണ്ടായ യൂണിയനും ഈ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൽ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളും വരുന്നത് അതിലാണ്. എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് വിഹിതങ്ങൾ നൽകേണ്ടത് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ സഖാവ് ബൃന്ദ. 100 രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ കേരളത്തിന് 21 രൂപയെ കിട്ടുന്നുള്ളൂ. 100 രൂപ ബീഹാറിലും ഉത്തർപ്രദേശിലും പിരിച്ചെടുക്കുമ്പോൾ 70 രൂപയോളം കിട്ടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി, GST എന്ന് പറയുന്ന ആ നികുതി വിഭാവനം ചെയ്തതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റിന്റെ GST നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റേറ്റിന്റേതല്ലാത്ത ഒരു സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റും തമ്മിലുള്ള വിഹിതങ്ങളായിട്ട് നമ്മളിലേക്ക് വന്നു ചേരേണ്ടുന്ന വിഹിതം മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ക്രയവിക്രയം ചെയ്യുമ്പോൾ, വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ഇവിടേക്ക് വരേണ്ടത് ഇത് കേന്ദ്രത്തിന്റെ വിഹിതമായി പോയി. കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങളുടെ പരിപാലനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടുന്ന ആ വിഹിതം എങ്ങനെയാണ് വീതം വെക്കേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ അടക്കം കാര്യങ്ങൾ വരുമ്പോൾ
കേരളത്തിന്റെ കാര്യത്തിൽ അത് 100 രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കേന്ദ്രം കേരളത്തിലേക്ക് തിരികെ തരുന്നത് 21 രൂപ 27 രൂപ വരെയൊക്കെ മാത്രമാണ് എന്നും യുപിയിലും ബീഹാറിലും അത് 70 രൂപ വരെ ആകുന്നതിന്റെയും ഒക്കെ തത്വം നേരത്തെ പറഞ്ഞ ചില അപകടകരമായിട്ടുള്ള പ്രവണതകൾ കൊണ്ടുണ്ടാകുന്നതാണ്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ കമ്മീഷനെ തെരഞ്ഞെടുത്ത് 15 ധനകാര്യ കമ്മീഷനുകൾ ഇപ്പോൾ കഴിയാൻ പോവുകയാണ്. 16ാമത്തെ ധനകാര്യ കമ്മീഷനും വരികയാണ്. കേന്ദ്രം പറയുന്ന ടേംസും കണ്ടീഷനും എന്താണ്, അവർ പറയുന്ന സേവന വ്യവസ്ഥകൾക്കനുസരിച്ചും അവർ പറയുന്ന കാര്യങ്ങളെ ഉദ്ധരിച്ചും മാത്രം നിയമമുണ്ടാക്കി സംസ്ഥാനങ്ങൾക്ക് ഇന്നത് കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുമ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ, ജനസംഖ്യ പിടിച്ചു നിർത്തിയ സംസ്ഥാനങ്ങളെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടി തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. യുപിയും ബീഹാറും ജനപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒട്ടാകെ ഉണ്ടായ ഒരു 1976 ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്ന ആ പദ്ധതി പ്രകാരം ഈ രാജ്യത്തിന്റെ ഒരു സങ്കല്പമായി മാറിയതായിരുന്നു ജനസംഖ്യയെ പിടിച്ചു നിർത്തണം എന്നുള്ള കാഴ്ചപ്പാട്. അത് വേണമെന്ന് ബോധ്യം വന്ന സംസ്ഥാനം എന്നുള്ള രീതിയിൽ കേരളവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും പറ്റാവുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ ചെയ്തു. ഒരു സംസ്ഥാനവും അത് പാടെ വേണ്ടെന്ന് വെച്ചു എന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമില്ല. ജനസംഖ്യ താനെ കൂടിക്കോട്ടെ എന്ന് പ്രോത്സാഹിപ്പിച്ചു എന്നും അർത്ഥമില്ല. പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി ജനസംഖ്യയെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ച സർക്കാരുകളെ ഈ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ റെഫറൻസിലൊക്കെ വരുമ്പോ പിന്നെ നികുതി അതാത് പ്രദേശത്തെ ആളുകൾ വാങ്ങുന്നതിന്റെ കണക്ക് വെച്ച് പിരിച്ചെടുക്കുന്ന നികുതി നേരെ കേന്ദ്രത്തിലേക്ക് കിട്ടുമ്പോ അത് വീതം വെച്ച് കൊടുക്കുന്നതിന് ജനസംഖ്യയെ കൂടുതൽ വലിയ വെയിറ്റേജ് ഉള്ള മാനദണ്ഡമാക്കുമ്പോ കേരളത്തിന് കുറഞ്ഞു പോകുന്നതും ഉത്തർപ്രദേശിനും ബീഹാറിനും കൂടിപ്പോകുന്നതും എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും അടുത്തൊരു കണക്ക് പറയുമ്പോഴെങ്കിലും നിങ്ങൾ അത് ചോദിക്കണം. ആ കണക്ക് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ സ്റ്റാലിൻ അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പോർമുഖം തുറക്കുമ്പോ അത് ഏറ്റുപിടിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. നമുക്ക് കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? എത്ര ലോക്സഭാ MP-മാരുണ്ട് കേരളത്തിൽ നിന്ന്? എത്ര പേരുണ്ട്? എത്ര പേരാ? 20 പേര് അല്ലേ? ഇന്ത്യയിൽ ഒട്ടാകെ എത്ര പേരുണ്ട്? 543 പേരുണ്ട് എന്നുള്ളതാണ്. 545-നുള്ള വകുപ്പുണ്ട്. 2 എണ്ണം എന്തിനാണെന്നറിയോ? 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രദേശം, കാശ്മീരിന്റെ ചില പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ചിരുന്നു. അത് എങ്ങനെയാണോ അന്നുണ്ടായത് അതുപോലെ തന്നെ അതിർത്തി കാണിച്ചുവെങ്കിലും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി ആ പ്രദേശം ഉൾപ്പെടുന്ന മാപ്പാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇന്ത്യ ആ പ്രദേശം വീണ്ടെടുക്കുമ്പോ 2 ലോക്സഭാ സീറ്റുകൾ അവർ ആസാദ് കാശ്മീർ എന്ന് പേരിട്ട് വിളിക്കുന്ന, നമ്മൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ POK എന്ന് വിളിക്കുന്ന ആ പ്രദേശത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുക. നമ്മളത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിന് വേണ്ടിയാണ് ആ നീക്കിയിരിപ്പ് പോലും. അതാണ് നമ്മുടെ രാഷ്ട്രബോധം. അത്ര കൃത്യമായി നമ്മൾ അതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 543 എണ്ണമാണ്. ഈ 543ലേക്ക് അത് എത്തിയത് 1973 നടത്തിയ മണ്ഡല പുനഃക്രമീകരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെൻസസിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 51-ലും 61-ലും 71-ലും സെൻസസ് നടന്നു. 51-ലെ സെൻസസ് കഴിഞ്ഞാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് 52-ൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിലുണ്ടായിരുന്ന സീറ്റുകളുടെ എണ്ണത്തിനപ്പുറം 10 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ജനസംഖ്യാ കണക്കെടുപ്പ് ഉണ്ടായപ്പോ 61-ലെ കണക്കനുസരിച്ച് ജനസംഖ്യ കൂടിയപ്പോ പ്രാതിനിധ്യ സ്വഭാവം, ജനങ്ങളെയാണല്ലോ ജനപ്രതിനിധികൾ പ്രതിനിധാനം ചെയ്ത് MP-യും MLA-യും ആവുന്നത്. ആ പ്രാതിനിധ്യ സ്വഭാവത്തിൽ ജനങ്ങളുടെ എണ്ണം കൂടിയപ്പോ ജനപ്രതിനിധികളുടെ എണ്ണവും കൂടണം എന്നുള്ള സാമാന്യ തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തി 1961-ൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 20 സീറ്റ് കൂടി. അപ്പോഴും 500 സീറ്റ് എത്തിയിട്ടില്ലായിരുന്നു. 71-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നു. 73-ൽ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കാൻ ആ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് തീരുമാനിക്കുമ്പോൾ അത് 543-ലേക്കായി തീരുമാനപ്പെടുത്തുന്നു. അപ്പോ ഒരു പ്രശ്നം ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സർക്കാരിന് മനസ്സിലായി. എന്താ പ്രശ്നം? എങ്ങനെ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ജനപ്രതിനിധികളെ കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്തിനുള്ള പ്രോത്സാഹനാവും? ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കേട്ട മുദ്രാവാക്യം എന്താ? നാം ഒന്ന്, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നാം ഒന്ന്, നമുക്ക് 2 എന്നും കേട്ടിട്ടുണ്ടാവാം. നാം ഒന്ന്, നമുക്ക് 1 എന്നും കേട്ടിട്ടുണ്ടാവാം. അപ്പൊ ഈ നാം 2, നമുക്ക് 2, നാം 2, നമുക്ക് 1 എന്നൊക്കെ കേൾക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ രാജ്യത്തിന്റെ വിഭവങ്ങളെ, ഈ രാജ്യത്തിന്റെ മനുഷ്യർക്ക് ഏറ്റവും അനുഭവേദ്യമാക്കി ഈ രാജ്യത്തിന്റെ പൗരന്മാർക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സർക്കാരിനൊരു പ്രതിബദ്ധതയുണ്ട്. അത് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വഴികളിലൂടെ പോകുമ്പോ ജനകീയ
മായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ, ജനപ്പെരുപ്പം അനിയന്ത്രിതമായി പോകുന്നതിനെ നിയന്ത്രിക്കണം. അനിയന്ത്രിതമായി പോകുന്നതിനെ നിയന്ത്രിക്കണം എന്നാണ് അപ്പോഴും പറഞ്ഞത്. അല്ലാതെ വേറെ തരത്തിൽ അത് നിയന്ത്രിച്ചു നിർത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കല്ല, അനിയന്ത്രിതമായി പോകുന്നതിനെ നിയന്ത്രിക്കാൻ തീരുമാനങ്ങളായി. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും കൂടുന്ന ജനസംഖ്യക്കനുസരിച്ച് ജനപ്രതിനിധികളെ കൂട്ടിയാൽ എന്തായിരിക്കും അപകടം? ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതുകൊണ്ട് തന്നെ 1976 ഈ ജനകീയമായിട്ടുള്ള നമ്മളുടെ ജനസംഖ്യ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ ആരംഭിച്ചപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു: അടുത്ത 25 കൊല്ലത്തേക്ക് ഇനി ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്നില്ല. അങ്ങനെ 543 ഫ്രീസ് ചെയ്ത് വെച്ചു. 1976 മുതൽ 2001 വരെ 25 വർഷം കഴിയാൻ പോകുന്ന സമയത്ത് 2001 സെൻസസ്, അതാണ് 25 വർഷം എന്നുള്ളതിന്റെ കണക്ക്. 81 സെൻസസും 91 സെൻസസും നോക്കി ഇനി മണ്ഡലങ്ങൾ മാറ്റുന്നില്ല, ജനപ്രതിനിധികളുടെ എണ്ണം കൂട്ടുന്നില്ല എന്ന് തീരുമാനിക്കുകയും 2001 സെൻസസ് നോക്കി അതിനുശേഷം വേണമെങ്കിൽ ആകാമെന്നും ഭരണഘടനയിൽ പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം ദയവ് ചെയ്ത് നിങ്ങൾ ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന് സംസ്ഥാനങ്ങളോട് കൂടി പറയുന്നതായിരുന്നു. അങ്ങനെ 2001 എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി: പറ്റാവുന്ന പോലെ ജനസംഖ്യാ നിയന്ത്രണം നടത്തിയ കുറെ സംസ്ഥാനങ്ങളുണ്ട്, അതിൽ പരാജയപ്പെട്ടു പോയവരുണ്ട്. ഇനി അതിൽ കൈവച്ചാൽ 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശ്, 20 സീറ്റുകളുള്ള കേരളം, ഇങ്ങനെ തന്നെയാണ് കണക്ക് നോക്കാൻ ഏറ്റവും എളുപ്പം. 20 80 കൂടി ചേർന്ന 100ആയി. അതായത് 1:4 എന്നുള്ള ക്രമത്തിൽ കേരളത്തിന് 20 സീറ്റും ഉത്തർപ്രദേശിന് 80 സീറ്റും ഉള്ളപ്പോ അന്നുണ്ടായിരുന്ന ജനസംഖ്യ കേരളത്തിന്റെ 4 ഇരട്ടിയോളമായിരുന്നു ഉത്തർപ്രദേശിന് എന്നുള്ളതിന്റെ മാനദണ്ഡ പ്രകാരം 71 ആ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം ഈ പ്രാതിനിധ്യ സ്വഭാവം ശരിയാണ്. ഇപ്പോഴോ? ഇപ്പൊ എന്താ അവസ്ഥ? 25 കോടിയോട് അടുത്ത് നിൽക്കുന്ന ഉത്തർപ്രദേശിലെ ജനസംഖ്യ, 4 കോടിക്ക് താഴെ മാത്രം നിൽക്കുന്ന കേരളത്തിലെ ജനസംഖ്യ. ഇന്ന് മോഡിയുടെ സർക്കാർ RSSന്റെ നാഗ്പൂരിലെ തിട്ടൂരം അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടത്താൻ വേണ്ടി സെൻസസ് മാറ്റിവെച്ച് 2026 വരെ കാത്തിരിക്കുമ്പോ ഇനി ആ മണ്ഡല പുനഃക്രമീകരണത്തിൽ കൈവയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന ജനസംഖ്യ അനുപാതത്തിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് എങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പറയാം. നേരത്തെ പറഞ്ഞല്ലോ 2001 വരെ ഇനി അതിൽ തുടരുതെന്ന് പറഞ്ഞു എന്ന്. 2001 വീണ്ടും പറഞ്ഞു. അന്നത്തെ സർക്കാരിനും കാര്യബോധം ഉണ്ടായിരുന്നോ എന്നോ, അല്ലെങ്കിൽ അന്ന് ചോദിക്കാനും പറയാനും ഇന്ത്യയിൽ കൃത്യമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നോ എന്നുള്ളത് കൊണ്ടോ ആകാം, അന്നും അതിൽ കൈവയ്ക്കാൻ ധൈര്യപ്പെട്ടില്ല. വീണ്ടും തീരുമാനിച്ചു എന്ത്? ഇത് ഫ്രീസ് ചെയ്ത് വെക്കുക. ഒരിക്കലും ജനസംഖ്യ കൂടിയതിനനുസരിച്ച് ജനപ്രതിനിധികളുടെ എണ്ണം കൂട്ടാൻ സമ്മതിക്കരുത് എന്ന് വളരെ പോസിറ്റീവായ ഒരു തീരുമാനമെടുത്തു. അടുത്ത 25 വർഷം എന്ന് തീരുമാനിച്ചു പറഞ്ഞു. 2026 കഴിഞ്ഞ് നടക്കുന്ന ആദ്യത്തെ സെൻസസ് പ്രകാരം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. 2001 മുതൽ 2026 വരെയുള്ള അടുത്ത 25 കൊല്ലത്തേക്കും കൂടി ഫ്രീസ് ചെയ്ത് വെച്ചു. അപ്പോഴും 20 സീറ്റ് കേരളത്തിന്, 80 സീറ്റ് UPക്ക്. ഈ 2026 ഒരു സെൻസസ് നടന്നാൽ, ഇപ്പൊ മനസ്സിലായോ? 2021 ശേഷം 22-ലോ 23-ലോ കോവിഡ് പിൻവാങ്ങിയ ശേഷവും 24-ലും 25-ലും സെൻസസ് നടത്താതെ 2026 ശേഷം നടക്കുന്ന സെൻസസ് പ്രകാരം മണ്ഡല പുനഃക്രമീകരണമാകാമെന്നുള്ള തീരുമാനത്തിന്റെ പുറകെ BJP പോയാൽ ഈ ഉണ്ടായിരിക്കുന്ന ജനപ്പെരുപ്പം ഒരുപക്ഷെ പിടിച്ചു നിർത്താൻ പറ്റാതെ പോയി പരാജയപ്പെട്ട ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള വർദ്ധിച്ച സീറ്റുകളുടെ എണ്ണം കൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തെ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് BJP എന്ന് മിനിമം നമുക്ക് മനസ്സിലാവണം. നേരത്തെ നികുതി പിരിക്കുന്നത് എങ്ങനെയാ ഓരോ സംസ്ഥാനങ്ങൾക്ക് തിരികെ വരേണ്ടതെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും 20 സീറ്റുള്ള കേരളവും 80 സീറ്റുള്ള UPക്കും പകരം ഇന്ന് കേരളത്തിലെ ഒരാൾക്ക് 6 ആളുകൾ UPയിലുണ്ട്. 6 ഇരട്ടി ജനസംഖ്യയാണ് UPയിൽ എന്നുള്ള തത്വത്തിൽ 20 കേരളത്തിൽ നിലനിർത്തുകയാണെങ്കിൽ UPയിൽ 120 വേണം എന്ന് പറഞ്ഞാൽ അതിന് കൈയടിക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തിന്റെ പേരിലാണ് കേരളത്തെ ശിക്ഷിക്കുന്നത്? അല്ലെങ്കിൽ സമാനമായി ജനസംഖ്യയെ പിടിച്ചു നിർത്തിയ തമിഴ്നാടിനെയും കർണാടകത്തെയും തെലങ്കാനയെയും ശിക്ഷിക്കുന്നത്? ആലോചിച്ച് നോക്കുമ്പോൾ ഉത്തരം മനസ്സിലാവും. അങ്ങനെയാവുമ്പോ ഈ 543 ഏകദേശം 750-ഓ 800-ഓ സീറ്റുകൾ വരെയാകും. ഒരെണ്ണം പോലും കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ കൂടാതിരിക്കുമ്പോ 10, 20, 30, 40 വരെ സീറ്റുകൾ കൂടുന്ന BJPയുടെ കൈവശം നിൽക്കുന്ന ചില പ്രദേശങ്ങളിലെ സീറ്റ് എണ്ണത്തിലാണ് BJPയുടെ നോട്ടം. എന്നിട്ട് അമിത്ഷാ വന്നിട്ട് വേറൊരു പ്രസംഗം നടത്തി തമിഴ്നാട്ടിൽ. എന്താ പറഞ്ഞ്? ഞങ്ങൾ അതൊന്നും ചെയ്യില്ല. പക്ഷെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് അപ്പോഴും പറഞ്ഞു തരാം.
1971 ജനസംഖ്യാ കണക്ക് തന്നെ ആക്കി വെച്ചാലും ഇനി അവർ തീരുമാനിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ 543 പരിമിതപ്പെടുത്തുമ്പോ ഈ ജനസംഖ്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പരിമിതപ്പെടുത്തേണ്ടത് എന്ന്. അതായത് UP-യുടെ 80 നിലനിൽക്കുകയാണെങ്കിൽ കേരളത്തിന്റെ 15 കുറഞ്ഞാലും മതി അവർക്ക്, 12 കുറഞ്ഞാലും മതി അവർക്ക്. തമിഴ്നാട്ടിൽ 39 ആണെങ്കിൽ അത് 33 32 കുറഞ്ഞാലും മതി. ഇങ്ങനെ ഒന്നുകിൽ സീറ്റ് എണ്ണം കൂടുമ്പോ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൂടുന്ന സംസ്ഥാനങ്ങളായി BJP-യുടെ സംസ്ഥാനങ്ങൾ മാറുകയും ഇനി സീറ്റിന്റെ എണ്ണം കൂട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുമ്പോ മറ്റ് സംസ്ഥാനങ്ങളിലെ സീറ്റ് എണ്ണം കുറയുകയും ചെയ്യുന്ന ഒരു ഗൂഢ പദ്ധതിയും കൊണ്ടാണ് BJP സർക്കാർ ഒരു കൊല്ലം കാത്തിരിക്കാൻ പോകുന്നത്. 2026 സെൻസസ് നടക്കും ഈ രാജ്യത്ത്, ഒരു സംശയവും വേണ്ട. 2026 അവസാനമാകുമ്പോ അതിന്റെ കണക്കും പ്രസിദ്ധപ്പെടുത്തും. എന്നിട്ട് 2027 ഇവിടെ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷന് ആ ടേംസ് ഓഫ് റെഫറൻസ് കൊടുത്ത് അങ്ങ് പൂശിക്കോളാൻ പറയുന്ന സമയത്ത് അന്നും കൈകെട്ടി നോക്കി നിൽക്കാനാണ് നമ്മുടെ വിധിയെങ്കിൽ ജനാധിപത്യ ബോധം നമുക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന് കാലേ കൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഒത്തുചേരുന്നത്. അതൊരു വഴിക്ക് നടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളം കേന്ദ്രത്തിനെതിരെ കേസ് കൊടുത്ത കഥ എന്താ പറഞ്ഞ്, ആർട്ടിക്കിൾ 293 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള പരിധി തീരുമാനിക്കപ്പെടേണ്ടത് എങ്ങനെയെന്ന് ലളിതമായ വാക്കുകളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ കടമെടുക്കാനുള്ളതിന്റെ പരിധി കേരളത്തിന്റെ ആഭ്യന്തരമായിട്ടുള്ള അതിന്റെ ഉൽപാദനമായിട്ടുള്ള GSDP എന്ന് പറയുന്നതിന്റെ 3% കേന്ദ്രം അങ്ങോട്ട് തീരുമാനിക്കുക. അതൊന്ന് കൂട്ടാൻ പറ്റില്ല എന്ന് നമ്മൾ ചോദ്യം ചെയ്തു സുപ്രീം കോടതിയിൽ. എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചു. കേന്ദ്രത്തിന് എത്ര വേണമെങ്കിലും കടമെടുക്കാം. ഈ കടമെടുത്തിട്ട് നമ്മളത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് ദുർവ്യയമായി കണക്കാക്കുന്നത്. പകരം ആസ്തി വികസനത്തിന് വേണ്ടിയും പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയും ഉപയോഗപ്പെടുത്താനുള്ള കേരള ബഡ്ജറ്റിലെ തീരുമാനങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിൽ നിന്ന് കടമെടുക്കാനും ആ കടമെടുത്തത് കൃത്യമായി പലിശ സഹിതം വീട്ടാനുമുള്ള ശേഷിയുള്ള ഒരു സർക്കാരിനെ ഈ 3% എന്തുകൊണ്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കേരളം സുപ്രീം കോടതിയിൽ മാന്യമായി പോയി ചോദിച്ചു. സുപ്രീം കോടതിയിൽ ഒരു സ്വഭാവമുണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 5-8 കൊല്ലമായിട്ട് ഉത്തരങ്ങൾ പറയുമ്പോൾ മുഴുവൻ നേരത്തെ പറഞ്ഞ ഭരണഘടനയാണ് എന്നുള്ളതല്ല അവർ വിശ്വസിക്കുന്നത്. പകരം കേന്ദ്രത്തിന്റെ ഔദാര്യം കൊണ്ട് നിലനിൽക്കുന്ന കുറെ സംസ്ഥാനങ്ങളുടെ രാജ്യമാണിത് എന്നും അതുകൊണ്ട് കേന്ദ്രമുണ്ടാക്കുന്ന നിയമങ്ങൾക്കാണ് മുൻഗണന എന്നുമുള്ള തീർപ്പാണ് അവിടെ ഉണ്ടാകുന്നത്. എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ജനസംഖ്യയുടെ മാനദണ്ഡത്തിലേക്ക് ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷനുകൾ നികുതി വിഹിതങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോ അവിടെ തരം താഴ്ത്തപ്പെടുന്ന സംസ്ഥാനങ്ങൾ കൈമലർത്തുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇങ്ങനെ ഒരു രാജ്യത്ത് ഏത് തരത്തിലുള്ള ഫെഡറൽ നിയമങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ കേന്ദ്രം ആവിഷ്കരിക്കുന്ന തീരുമാനങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളായിട്ട് ഇത് മാറണമെന്ന് ഭരണഘടനയിൽ എവിടെയും പറയാത്ത ആ തത്വത്തിലേക്ക് ഈ നാട് ചുരുങ്ങുന്നതിനെ തന്നെയാണ് ഭരണഘടനയുടെ അട്ടിമറി എന്ന് പറയുന്നത്. അല്ലാതെ ഭരണഘടന കീറിക്കളഞ്ഞ് അത് തീയിലിടുന്നതല്ല. നമ്മുടെ കൺമുന്നിൽ ഭരണഘടന അട്ടിമറിക്കപ്പെടുകയാണ് എന്നും അത് ലംഘിക്കപ്പെടുകയാണ് എന്നും ഇനിയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെയായിരിക്കണം പോരാടേണ്ടത് എന്നുള്ളതിന്റെ പുതിയ വഴികളും കൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ വഴികൾ പഠിക്കുമ്പോഴും നമുക്ക് മുന്നേ പോയ നമ്മുടെ പൂർവികരുടെ വഴികളിൽ നിന്ന് കടമെടുക്കാൻ ഒരുപാടുണ്ട്. എന്തായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഈ രാജ്യത്ത് എങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ സാമ്പത്തിക ക്രമങ്ങളും ബ്രിട്ടീഷ് ഭരണവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രവിശ്യകളും തമ്മിലുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ആ കണക്കിലേക്കാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്യാൻ ഇന്ന് ഇന്ത്യക്ക് നിലവിലുള്ള ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാധിക്കുന്ന വിധം ഒരു കോടതി വ്യവസ്ഥയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ കോടതി വ്യവസ്ഥയും സകല ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും RSSന്റെ വഴിക്ക് നീങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് അതിൻ്റെതായ ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റുന്നത് എന്നും ബദൽ സാമ്പത്തിക രംഗം എങ്ങനെയാണ് അവിടെ വളർത്തിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിന്റെയും ഉദാഹരണമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ഡൽഹി ഹൗസിൽ, ഇന്ത്യയിലെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലുള്ള കേരളത്തിന്റെ പ്രദേശമാണ് ഡൽഹി ഹൗസ്, കേരളത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലം. കേരള ഹൗസ് എന്ന് പറയുന്ന ആ കേരള ഹൗസിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട ഗവർണറുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വന്നു.
ഒരു പ്രാതൽ കഴിച്ചു, ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നു. കഴിഞ്ഞകാല ഗവർണർമാരുടെ ഒരു സ്വഭാവം വെച്ചൊക്കെ നോക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു സമീപനമാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെയും കൂടി ക്ഷണമനുസരിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി കേരള ഹൗസിലേക്ക് വന്ന് പ്രാതൽ കഴിക്കുന്നു, മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ഒക്കെ സാന്നിധ്യത്തിൽ. അതിനുശേഷം ഇന്നലെ രാജ്യസഭയിൽ എന്തുണ്ടായേ? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്ര സർക്കാരും അതിനെ നയിക്കുന്ന BJP-യുടെയും നയം എന്താണ് എന്ന്. ഇന്നലെ നോക്കുകൂലി എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സാമാന്യ മനുഷ്യരെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന വിധം ആ നോക്കുകൂലിയുടെ അർത്ഥം അതേ വാക്കുപയോഗിച്ചുകൊണ്ട് തന്നെ രാജ്യസഭയിൽ അവർ പ്രസംഗിച്ചത് വികലമാക്കപ്പെട്ട രീതിയിലുള്ള അർത്ഥം കൊണ്ടായിരുന്നു. നോക്കിയിരിക്കുന്നതിന് വാങ്ങുന്ന കൂലിയാണെന്ന് അവർ പറയുന്ന രീതി എങ്ങനെയാണ് തലച്ചുമടായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന് ഇരട്ടി കൂലി വാങ്ങുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞപ്പോ അറിയാതെ കൈയടിച്ചു പോകുന്ന ചില മലയാളികളെയെങ്കിലും അവരുണ്ടാക്കിയെടുക്കുകയാണ്. എന്തിന്റെ പേരിലാണ് കേരളത്തിൽ എങ്ങനെയാണ് ആർജവമുള്ള മനുഷ്യരുണ്ടായത് എന്നും അധ്വാനത്തിന്റെ വില എങ്ങനെയാണ് ചോദിച്ചു വാങ്ങേണ്ടത് എന്നും പഠിപ്പിച്ചതാണോ നമ്മൾ ചെയ്ത തെറ്റ്? ആ ചോദ്യത്തിന്റെ മുന്നിലേക്ക് വളരെ കൃത്യമായി കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ നോക്കുകൂലി എന്നുള്ള ഒറ്റ വാക്കിലൂടെ കേരളത്തിൽ നിലനിന്നിരുന്നത് ഏതോ വലിയ അനീതിയാണ് എന്നും ഈ വ്യവസ്ഥ നിലനിൽക്കുന്ന കേരളത്തിൽ പിന്നെ എങ്ങനെ വ്യവസായങ്ങൾ ഉണ്ടാകും, സംരംഭങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് എങ്കിൽ ആ നോക്കുകൂലി എന്ന് പറയുന്ന ആ പദപ്രയോഗത്തിന്റെ തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് ആ പദപ്രയോഗത്തിന്റെ അർത്ഥം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുള്ള ഒരു സഭയുടെ നടുത്തളത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് അത് സഭാരേഖയിലേക്ക് കയറ്റിവെക്കുന്നതിന്റെ ഒരു ഗൂഢ ലക്ഷ്യം വരെ നിർവഹിച്ചിട്ടും കേരളം അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന വിധത്തിലുള്ള ഒരു ബദൽ മുന്നോട്ട് വെക്കുകയാണ്. എന്താ കേരളത്തിന്റെ ഇടതുപക്ഷത്തെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്? എന്താ പറഞ്ഞിരുന്നത്? സമരാനുകൂലികൾ, പണിമുടക്കികൾ, വികസന വിരോധികൾ എന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ നോക്കി വിളിച്ചു പറയുന്ന ഒരു സമ്പ്രദായം ചില നിക്ഷിപ്ത കോണുകളിൽ നിന്ന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ ചുവപ്പ് കണ്ടു കഴിഞ്ഞാൽ, ചുവന്ന കൊടി കണ്ടു കഴിഞ്ഞാൽ, ചുവന്ന തോരണം കണ്ടു കഴിഞ്ഞാൽ അതിനെ ചുവപ്പ് നാട എന്നും കൂടിയായി ഭംഗിയായിട്ട് ഫയലുകളിലും കൂടി റെഡ് ടേപ്പ് കൊണ്ടാണല്ലോ ഫയലുകൾ വരിഞ്ഞു മുറുക്കുന്നത്. അതും കൂടി ആയപ്പോ ഈ ചുവപ്പാണ് കേരളത്തിന്റെ ശാപം എന്ന് വരുത്തി തീർക്കുന്ന വിധം ചില പ്രയോഗങ്ങളും ചില എളുപ്പത്തിലുള്ള വ്യാഖ്യാനങ്ങളും നിർവചനങ്ങളും ഉണ്ടായി. എന്നാൽ ഒന്നിരുന്നാലോചിച്ചു നോക്കുമ്പോ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തിയത് ആരെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആലോചിക്കുമ്പോ നോളജ് ഇക്കോണമി എന്ന് പറയുന്ന വാക്കുകൊണ്ട് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരു തലമുറ, ഒരു ജനതയുള്ള ഈ നാട്ടിൽ ആ തലമുറയുടെ, ആ ജനതയുടെ, ആ ചെറുപ്പക്കാരുടെ ആ അടിസ്ഥാന വിദ്യാഭ്യാസത്തെ ഉപയോഗപ്പെടുത്തി ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ഈ ലോകത്ത് ഉൽപാദനക്ഷമത കൂട്ടാൻ സാധിക്കുന്ന, ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ എത്തിക്കുന്നതിന് സാധിക്കുന്ന രീതിയിലേക്കുള്ള സമ്പദ് വ്യവസ്ഥയുടെ ക്രമീകരണമായി ഈ AI-യുടെ കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ, റോബോട്ടിക്സിന്റെ കാലഘട്ടത്തിൽ, മെഷീൻ ലേണിംഗിന്റെ കാലഘട്ടത്തിലേക്കൊക്കെ ലോകം കുതിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കുതിപ്പിലേക്ക് കേരളം പാകപ്പെട്ടു നിൽക്കുകയാണ് എന്നും ലോകത്ത് വേറൊരു ജനതയ്ക്കും അവകാശപ്പെടാനില്ലാത്ത വിധം ആ പാകപ്പെടുത്തലുള്ള കേരള ജനതയെ ആ നോളജ് ഇക്കോണമി എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് 25 കൊല്ലത്തിനപ്പുറം, കാൽ നൂറ്റാണ്ടിനപ്പുറം നമ്മൾ പണ്ട് എങ്ങനെയാണോ സിംഗപ്പൂരിനെ ചൂണ്ടി മോഹങ്ങൾ ഉണ്ടായിരുന്നത്, പിന്നീട് എപ്പോഴൊക്കെയോ അങ്ങ് ജപ്പാനിനെ ചൂണ്ടി, കൊറിയയെ ചൂണ്ടി, പാശ്ചാത്യ നാടുകളെ ചൂണ്ടി അമേരിക്ക ഒരു സ്വപ്ന നാടായി മാറിയത്, ദുബായ് നമ്മുടെ ഏറ്റവും മനസ്സിലെ സങ്കല്പ നാടായി മാറിയത്, അതിനെ കവച്ചു വെക്കുന്ന വിധം ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന മനുഷ്യനും കേരളത്തെ നോക്കൂ എന്ന് 25 കൊല്ലങ്ങൾക്കപ്പുറം പറയിപ്പിക്കാൻ സാധിക്കുന്ന വിധം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തിനും പാകമായി നിൽക്കുന്ന ആരോഗ്യമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള ആ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുന്നതിന്റെ വക്കത്തെത്തിച്ചു നിർത്തിയിരിക്കുന്നത് ഇതേ ഇടതുപക്ഷമാണ് എന്ന് ഉറച്ചു പറയാനും, ഇടതുപക്ഷം ഒരിക്കലും വികസന വിരോധികളല്ലായിരുന്നു എന്നും സമരാനുകൂലികൾ മാത്രമല്ലായിരുന്നു എന്നും, എന്നാൽ വികസനത്തിന്റെ പേരിൽ ചൂഷണം നടക്കുന്നതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നും, സമരം അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നേടിയെടുക്കുന്നതിനും വേണ്ടി ചെയ്യേണ്ടത് തന്നെയാണ് എന്നും ആർജവത്തോടെ പറയുകയും ചെയ്യുന്ന ഈ സമൂഹം കൈവരിച്ചിരിക്കുന്ന ഏത് നേട്ടവും ഇടത് രാഷ്ട്രീയത്തിന്റെ ശക്തി തന്നെയാണ് എന്ന് ഉറപ്പായും വിളിച്ചു പറയണം. അതിന് മടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോ നമ്മുടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സർവകലാശാല നിയമം വരുമ്പോ നമ്മൾ വീണ്ടും എന്തോ നയവ്യതിയാനം കാണിക്കുകയാണെന്ന്. പണ്ട് നിങ്ങൾ സമരം ചെയ്തതല്ലേ എന്ന്. അതെ, പണ്ട് സമരം ചെയ്തിട്ടുണ്ട്. അതെന്തിനാ സമരം ചെയ്തതെന്ന് അറിയോ? വിദേശത്ത് ഏതെങ്കിലും ഒരു പെട്ടിക്കട നടത്തുന്നവൻ
ആക്രിക്കട നടത്തുന്നവൻ, അവനെ കൊണ്ടൊക്കെ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ഒരു കച്ചവടമാക്കാമെന്ന് പറഞ്ഞ് ഒരു സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലെ 4 മാസങ്ങളുടെ തുടക്കത്തിൽ 2016 ജനുവരിയിൽ കോവളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സമ്മിറ്റ് എന്ന് പേരിട്ട് വിളിച്ച് അവിടെ ഒരു IFS-കാരനെ തലപ്പത്തിരുത്തി അയാളുടെ റിട്ടയർമെന്റിന് ശേഷം ഇന്ത്യൻ ഫോറിൻ സർവീസ് ലോകം കുറെ കണ്ടതാണ് എന്നുള്ള ഒരു പൊയ്മുഖവും എന്താ പറയാ എടുത്തണിയിച്ചുകൊണ്ട് അവിടെ വന്ന് ഈ പറയുന്ന ബിസിനസ്സുകാരെ കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസത്തിനെ അങ്ങ് കച്ചവടവൽക്കരിച്ച് കളയാമെന്ന് പറഞ്ഞാൽ ആർജവമുള്ള SFI എതിർക്കും, ചിലപ്പോൾ ചെകിട്ടത്തടിക്കും. അടിച്ചത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവും അന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വെറുതെ അടിച്ചതല്ല, ഈ കാര്യത്തിന് അടിച്ചതല്ല, ഉപയോഗിച്ച വാക്കിന്റെ ആഴം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൈയറിയാതെ പൊങ്ങിയതാണ് എന്നും അന്നത്തെ SFI നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അന്ന് SFI എതിർത്തത്, ഇടതുപക്ഷം എതിർത്തത്, ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തോന്നുംപടി സ്വകാര്യവൽക്കരിക്കാമെന്നും വിദേശ സർവകലാശാലകളെ കൊണ്ടുവന്ന് കേരളത്തിലെ എന്താ പറയാ നിക്ഷേപങ്ങൾക്ക് എങ്ങനെയാണോ വിഹിതം പറ്റിക്കൊണ്ട് ഒരു രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഒക്കെ വിഹിതം കൃത്യമായി വാങ്ങിക്കൊണ്ട് ഭരണത്തിന്റെ അവസാനം അങ്ങ് ഇട്ടൊഴിഞ്ഞു പോകാൻ പറ്റുകയും അത് പിന്നെ അടുത്ത സർക്കാരുകളുടെ ബാധ്യതയായി അങ്ങ് തുടർന്നു പോവുകയും ചെയ്യുക എന്നുള്ളതിന്റെ ചെപ്പടി വിദ്യയല്ല പകരം. നിങ്ങൾ വായിച്ചു നോക്കണം, പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദുവിന്റെ ആ ബില്ലിന്റെ രൂപമുണ്ട്. അതിൽ കാര്യകാരണ സഹിതങ്ങൾ പറയുന്നുണ്ട്. ഒരു നിയമം അവതരിപ്പിക്കുമ്പോ ഒരു പ്രത്യേകിച്ച് ഒരു സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു നിയമം, ഗവൺമെന്റ് ബിൽ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ എന്തിന് ഏതിന് എന്നുള്ള 2 ഖണ്ഡികയെങ്കിലും ഉണ്ടാവണമെന്നാണ് നിയമം. വായിച്ചു നോക്കണം എന്തിന് ഏതിന് എന്ന് അതിൽ പറയുന്നത് എന്തിനാണെന്ന് വളരെ കൃത്യമായി പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, വിജ്ഞാന സമൂഹം എന്ന് പറയുന്നത്, നോളജ് ഇക്കോണമി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ A+ കിട്ടിയവരുടെയോ അല്ലെങ്കിൽ കുറെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിന്റെ മേന്മയിലോ ഡിഗ്രി ഉണ്ട് എന്നുള്ളതിന്റെ കണക്കിലോ വിജ്ഞാനം എന്ന് വിളിക്കുന്നതല്ല. അത് തുടക്കം മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകക്രമം മാറുമ്പോൾ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ കൊണ്ട് ഉൽപാദനക്ഷമത കൂട്ടാവുന്ന സംരംഭങ്ങൾ, അതിനെ വ്യവസായങ്ങൾ എന്നുള്ള വാക്കുകൊണ്ട് പോലും അല്ല അടയാളപ്പെടുത്തേണ്ടത്, സംരംഭങ്ങളായി. അതൊരു പക്ഷേ ഉൽപാദിപ്പിക്കുന്നത് ചരക്കുകളാവാം, ചിലപ്പോൾ ഉൽപാദിപ്പിക്കുന്നത് സേവനങ്ങളാകാം. ഇത് ഉൽപാദിപ്പിക്കാൻ പറ്റുന്ന വിധമുള്ള മസ്തിഷ്കങ്ങളുള്ള മനുഷ്യരുള്ള ഈ നാട്ടിൽ ആ സംരംഭങ്ങളിലൂടെ തന്നെയാണ് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ പുരോഗമിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവിൽ അത്തരത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസ ക്രമത്തെ മാറ്റണമെങ്കിൽ നമ്മളായി തുടങ്ങുന്ന മാറ്റങ്ങൾ കൊണ്ട് 10-15 വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വരുമ്പോ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്ന വിദേശത്തെ സർവകലാശാലകൾ ഉള്ള എത്രയോ വർഷങ്ങളായി ക്രെഡിബിളായി അക്കാദമിക് നിലവാരം പുലർത്തുന്ന അത്തരം സർവകലാശാലകളെയും ഈ രാജ്യത്തിനകത്ത് തന്നെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സംരംഭങ്ങളെയും കേരളത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇടത് ബദല് തന്നെയാണ് എന്ന് പറയാൻ നിങ്ങൾ ആരെയും മടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവിടെ എന്തോ നമ്മൾ കുറ്റം ചെയ്തു, കുറവ് ചെയ്തു എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊണ്ടുവരുന്നത് ഒരു നയമാണ്, എഴുതി തയ്യാറാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് അത് സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതിന്റെ ഉത്തരവാദിത്തത്തിൽ ഈ സമൂഹത്തെ നോക്കി പരിപാലിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തേണ്ടുന്നതിന്റെ ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ടെങ്കിൽ ഇതാ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് ചെയ്യും എന്ന് പറയുകയാണ്. അത് ചെയ്യണ്ട എന്ന് മാത്രമേ പ്രതിപക്ഷത്തിന് പറയാൻ അറിയൂ. അങ്ങനെയാണല്ലോ എല്ലാം. ചെയ്യരുത്, സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോന്നായി ചെയ്തു തീർത്തിരിക്കുകയാണ് നമ്മൾ. പശ്ചാത്തല സൗകര്യത്തിന്റെ വികസനം എന്നൊക്കെ പറയുന്നത് ഈ റോഡ് ഉണ്ടാവുമ്പോൾ വേഗത്തിൽ എത്താൻ പറ്റും എന്നുള്ളത് മാത്രമല്ല. തെക്ക് വടക്ക് എന്ന് നമ്മൾ പണ്ടൊരു പ്രയോഗം ഉണ്ടല്ലേ, തെക്ക് വടക്ക് നടക്കുക എന്ന്. ഇപ്പൊ കേരളത്തിന്റെ തെക്ക് വടക്ക് പോകാൻ 4, 5, 6 മണിക്കൂർ മതിയാകും 6 വരി പാത വരുമ്പോ. ഈ 6 വരി പാത വരാതിരിക്കാൻ വേണ്ടി 2016 UDF ഇറങ്ങിപ്പോകുമ്പോൾ ചെയ്ത കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇതൊരിക്കലും കേരളത്തിൽ നടന്നില്ല എന്നുള്ളതിന് കേരളത്തിൽ 2016 ശേഷം വന്ന സർക്കാരിന്റെ തലയിൽ ഈ കുറ്റമിടാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ സ്ഥലം എടുത്തിരിക്കുന്ന പല പ്രദേശങ്ങളിലും സ്ഥലം ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കാതെ പിടിച്ചു വെച്ച് അവരെ സർക്കാരിനെതിരെ കുത്തി ഇറക്കി വിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് BJP-യുടെ ഒരു ഇരട്ടത്താപ്പ് കൊണ്ട്. അപ്പോ വിഷയം എന്തായി മാറി? BJP കൊടുക്കേണ്ടുന്ന, കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടുന്ന കോമ്പൻസേഷൻ കൊടുക്കാൻ കേന്ദ്രം തയ്യാറാതിരിക്കുന്ന സാഹചര്യത്തിലാണ് 5800-ലേറെ കോടി രൂപ
രൂപ കിഫ്ബിയിൽ നിന്ന് വകയിരുത്തിക്കൊണ്ട് ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി, സ്ഥലമെടുത്തവർക്ക് അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ വിനിയോഗിച്ചതെന്ന് അറിയണം. അതുകൊണ്ട് NHAI എന്നാണ് പദ്ധതിയുടെ പേരെങ്കിലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്ന് നടപ്പിലാക്കിയതെങ്കിലും കേന്ദ്രത്തിന്റെ ഹൈവേ ആണ് എന്ന് നിങ്ങൾ പറയാൻ വരുന്നതിന് മുന്നേ നിങ്ങളൊന്ന് മടിക്കണം. കാരണം ഒന്നുകിൽ അന്ന് ഇറക്കിയ ആ പണത്തിന് വേണ്ടി എത്രത്തോളം അന്ന് കേരളത്തിന്റെ സർക്കാർ അതിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് പൊരുതിയോ, അതിനുശേഷം കിഫ്ബിയിൽ നിന്ന് ഇതിനൊരു പ്രത്യേക വായ്പ അനുവദിച്ചുകൊണ്ട് അത് വിതരണം ചെയ്തുവോ, അന്ന് കാണിച്ച ഇച്ഛാശക്തിയും തുടർന്ന് സ്ഥലമേറ്റെടുക്കലിന് വേണ്ടി നടത്തിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടലുകളും എന്തിനേറെ പറയുന്നു. നിങ്ങളുടെ നാട്ടിലല്ലേ, കണ്ണൂർ ജില്ലയിലല്ലേ കീഴാറ്റൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സമരാഭാസം നടന്നത്? വയൽക്കിളികൾ എന്ന് പറഞ്ഞ എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം എന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക. ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ കീഴിൽ ഇവിടെ വരുന്ന പശ്ചാത്തല സൗകര്യ വികസനങ്ങളിലെ മാറ്റം കൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടി ചില കാര്യങ്ങളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് പോകാൻ 2016 തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നവകേരളം എന്ന് 2016 പേരിട്ട് വിളിച്ച് അതിന് 4 പ്രധാനപ്പെട്ട പദ്ധതികൾ, നേരത്തെ സൂചിപ്പിച്ച ലൈഫ് ആകട്ടെ, ആരോഗ്യ കേരളമാകട്ടെ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണമാവട്ടെ, ഹരിത മിഷൻ ആവട്ടെ, ഈ വഴികളിലേക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളെ ക്രമീകരിച്ചു കൊണ്ടുവരികയും ഒപ്പം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും വേണമെന്ന് കരുതിക്കൂട്ടി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ കൊണ്ട് നമ്മൾ ആർജിച്ച നമ്മളുടെ മാനവ വിഭവശേഷി, ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മാറ്റാമെന്ന് തനതായ കൃഷിരീതികൾ, അല്ലെങ്കിൽ കൃഷിയും അനുബന്ധമായിട്ടുള്ള മത്സ്യബന്ധനമാവട്ടെ, അല്ലെങ്കിൽ തോട്ടം വിളകളാകട്ടെ, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങളാകട്ടെ, ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വികസനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമം കേരളം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ 10-25 വർഷക്കാലം നമ്മൾ അതിന്റെ പുറകെ പോയി നോക്കി, സാധ്യമാകുന്നില്ല. പിന്നീട് വ്യവസായവൽക്കരണം എന്നുള്ള ആശയത്തിന്റെ പുറകെയും 10-20 കൊല്ലം ഓടി നോക്കി. കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ സവിശേഷതയും ഇവിടുത്തെ മനുഷ്യരുടെ പ്രത്യേകതയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കണമെങ്കിൽ ഗൾഫിലിരുന്നോ വിദേശത്തിരുന്നോ അയക്കുന്നവരുടെ പണം ഇവിടെ ചെലവാക്കുന്നതിന്റെ രീതിയിൽ ഉണ്ടാകുന്ന ഇവിടുത്തെ വികസനത്തിനും അപ്പുറം ആഭ്യന്തര ഉൽപാദനവും ആഭ്യന്തര സേവനവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ നാട് മെച്ചപ്പെടണം എന്ന് തീരുമാനിക്കാൻ 2016 ഒരു സർക്കാർ അതിന്റെ തുടക്കം മുതൽ ശ്രമിക്കുകയും അത് 2021 കോവിഡ് എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം വന്നപ്പോ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു വർഷം നമ്മൾ മാറ്റിവെച്ചിട്ടും ജനങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്ന മാറ്റങ്ങളെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയും വിലയിരുത്താൻ ജനങ്ങളുടെ മുന്നിലേക്ക് മാർക്കിടാൻ ജനങ്ങളോട് തന്നെ പറയുകയും ചെയ്തു. അന്നും നമ്മൾ നേരിട്ടിരുന്ന ആരോപണങ്ങളുണ്ട്, അഴിമതി ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങുമായിരുന്നു UDFന്റെ ഓരോരോ ആരോപണങ്ങൾ ഓരോരോ ദിവസം. ജനം എന്താ അതിന് വില കൊടുത്തതെന്ന് നമ്മൾ കണ്ടതാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ജനങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയുന്ന മാറ്റങ്ങളെ ആദ്യത്തെ സർക്കാരിൽ നിന്ന് രണ്ടാമത്തെ സർക്കാരിലേക്ക് എത്തി അതിന്റെ 4 വർഷങ്ങൾ കൂടി പൂർത്തിയാക്കി തുടർച്ചയായി 9 വർഷങ്ങൾ കൊണ്ട് നമ്മൾ വരുത്തിയ മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളെ അടയാളപ്പെടുത്താനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. പ്രിയപ്പെട്ട ഒലീന സഖാവും അതോടെ സൂചിപ്പിക്കുകയുണ്ടായി, അത് നമ്മളിലേക്ക് ആദ്യം വന്നു ചേരണം, അത് നമ്മൾ ഏറ്റെടുക്കണം ആ വെല്ലുവിളി. ഇടതല്ലാത്തൊരു സർക്കാർ ഈ കേരളത്തിൽ വന്നാൽ എന്താ എന്നുള്ള ചോദ്യം ഈ ജനസമൂഹത്തിന്റെ മുന്നിലേക്ക് ഉയർത്തിവിടണം. ചോദിക്കണം, എന്തായിരിക്കും അന്ന് കേരളത്തിന്റെ വികസനത്തിന്റെ മോഡൽ എന്ന്? ആർക്കായിരിക്കും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെയും വിദ്യാഭ്യാസ മേഖലയും തുറന്നിട്ട് കൊടുക്കുക എന്ന്? ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് മുടങ്ങാൻ ഇങ്ങനെ കേന്ദ്രം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ സംസ്ഥാനത്ത് കിഫ്ബി പോലെയുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ എങ്ങനെയായിരുന്നു പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കുക എന്ന്? നമ്മൾ ചെയ്ത ഓരോന്നും ഈ നാടിനെ 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ തെരഞ്ഞെടുക്കപ്പെട്ട 5 കൊല്ലത്തേക്കോ അല്ല, പകരം 2016 ഷഷ്ടിപൂർത്തി ആകാൻ പോകുന്ന കേരളത്തെയാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്കിൽ 2026 അതിന് സപ്തതി തികയാൻ പോവാണ്. അങ്ങനെയല്ലേ എന്റെ കണക്ക്? അപ്പോ ഷഷ്ടിപൂർത്തി മുതലുള്ള സപ്തതി വരെയുള്ള കാലം കേരളത്തെ നമ്മൾ നല്ലപോലെ നോക്കിയെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയും, ആയുർ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് മലയാളികളുടെ. അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴായി നമ്മൾ അതിനെയൊക്കെ ചർച്ചയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും ആരോഗ്യരംഗത്തിനും വിദ്യാഭ്യാസ രംഗത്തിനും പ്രസക്തി കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് എന്ന്. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലെയും UDFന്റെ കാലഘട്ടത്തിലെയും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ പറയുന്നു വേണ്ട പേര്.
പോട്ടെ, ആരോഗ്യരംഗത്തിൽ കഴിഞ്ഞ 20 കൊല്ലക്കാലത്ത് 15 കൊല്ലം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിമാരായിരുന്നവരുടെ പേരുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2016 മുതൽ 2006 മുതൽ 11 വരെ ശ്രീമതി ടീച്ചർ അല്ലേ? 2016 മുതൽ 21 വരെ ശൈലജ ടീച്ചർ അല്ലേ? 2021 മുതൽ ഇതാ 26 പൂർത്തിയാക്കുന്നത് വരെ വീണ ജോർജ്. അതായത് 2006 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ 20 കൊല്ലക്കാലത്തിനിടയിൽ 15 കൊല്ലക്കാലം ഒരു വനിതയെ ആരോഗ്യരംഗം ഏൽപ്പിക്കണമെന്നും അതിനൊരു തുടർച്ച ഉണ്ടാകണമെന്നും അങ്ങനെ ഉണ്ടാകുന്ന ആരോഗ്യരംഗം അമ്മമാരുടെ മനസ്സറിയാൻ കഴിയുന്ന, സ്ത്രീകളുടെ മനസ്സറിയാൻ കഴിയുന്ന, അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നത് ആർക്കെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ എന്ന് ഉറപ്പുള്ള ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയത്തെ നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ആലോചിക്കണം UDFന്റെ ആരോഗ്യമന്ത്രി ആരായിരുന്നു എന്ന്. കഴിഞ്ഞ ടേമിൽ ആരോഗ്യമന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, VS ശിവകുമാർ. കേസ് എത്രയാണെന്ന് ആലോചിക്കണം. എന്തിനാണെന്നറിയോ കേസ്? ഡിസ്പ്രൊപ്പോർഷനേറ്റ് അസറ്റ് കേസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് 1-2 കോടിയല്ല, 500 കോടി, മിനിമം 500 കോടിയുടെ അഴിമതിയാണ് എന്ന് ഞാൻ വിളിച്ചു പറയുമ്പോ അതിന് ആധികാരികത കൂടും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എന്നിട്ട് ഇടതുപക്ഷത്തിനെ പഠിപ്പിക്കുകയാണ് എന്ത്? ആരോഗ്യത്തിനെ പറ്റിയും വിദ്യാഭ്യാസ രംഗത്തിനെ പറ്റിയുമുള്ള കാഴ്ചപ്പാടിനെ പറ്റി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ഈ നാടിനെ മാറ്റിയെടുക്കാൻ ഇടതുപക്ഷം കൊണ്ടുവരുന്ന നയങ്ങൾ നവകേരളം എന്ന് നമ്മൾ പേരിട്ട് വിളിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അവർക്ക് അസ്വസ്ഥതയാണ്. 100 വയസ്സ് ആഘോഷിക്കാൻ പോകുന്ന കേരളം 2056 ഈ കേരളത്തിന് 100 വയസ്സ് തികയുമെങ്കിൽ 2026 പോളിംഗ് ബൂത്തിലെത്തുന്ന ഓരോ മനുഷ്യനും ഓർക്കേണ്ടത് അടുത്ത 30 കൊല്ലത്തേക്ക് ഈ നാട് എങ്ങനെയാകണം എന്നുള്ളതിന്റെ ഉത്തരമാകണം വിരലിൽ പുരളുന്ന മഷി എന്നുള്ളത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് അവരോട് പറയാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ചോദിക്കണം, എന്താണ് ബദൽ? ആര് നയിക്കും ഈ നാടിനെ? എങ്ങനെ കൊണ്ടുപോകും ഈ നാടിന്റെ കാഴ്ചപ്പാടിനെ എന്ന് ഒരു ഉത്തരവുമില്ല. എന്നിട്ട് ചില കണക്കുകൾ പറയും. എന്താ? മെട്രോ കൊണ്ടുവന്നു, പിന്നെന്താ കൊണ്ടുവന്ന്? വിമാനത്താവളം കൊണ്ടുവന്നു. മെട്രോ കൊണ്ടുവന്നതിനെയും വിമാനത്താവളം കൊണ്ടുവന്നതിനെയും ഒന്നും ലഘൂകരിച്ച് കാണുന്നില്ല. പക്ഷേ വികസനം എന്നാൽ കെട്ടിപ്പൊക്കുന്ന ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് കഷ്ണങ്ങളും മറ്റും മാത്രമായി ചുരുങ്ങേണ്ടതാണ് എന്നുള്ള ഈ വികലമായ കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് ആരാണ് ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് വേണ്ടി യജ്ഞം തുടങ്ങി വെച്ചതെന്ന് ചോദിച്ചാൽ അതിന് നേരെ UDF എന്ന് ഉത്തരമില്ല. ആരാണ് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ഇവിടെ സംരംഭങ്ങൾ തുടങ്ങിയത്, പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അതിന് നേരെയും UDF എന്നുള്ള ഉത്തരമുണ്ടാവില്ല. ആരാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ 1980 തുടങ്ങിയത്, പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് എന്ന് ചോദിച്ചാൽ അതിന് നേരെയും UDF എന്ന ഉത്തരമുണ്ടാകില്ല. ആരാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത്, ഭൂബന്ധങ്ങളിലെ നിയമങ്ങളിൽ മാറ്റം വന്ന് ജന്മി ഉടമ അടിമ ബന്ധത്തെ ഒക്കെ മാറ്റിയെടുത്തെന്ന് ചോദിച്ചാൽ അതിന് നേരെയും UDF എന്നുണ്ടാകില്ല. വിദ്യാഭ്യാസ നിയമത്തിന് മാറ്റം വന്നത് എങ്ങനെയാണ് എന്നും അതിന്റെ പേരിൽ ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ വിമോചന സമരം എന്ന് പറയുന്ന ആഭാസം നടന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാലും അതിന് നേരെയും കോൺഗ്രസ് എന്നോ UDF എന്നോ ഉണ്ടാവില്ല. ഞാൻ പറയുന്നു, മനുഷ്യരെ മുൻനിർത്തിയുള്ള വികസനത്തിന് ഒരു ബദലില്ലാത്ത UDFന്റെ മുന്നിൽ ആർജവത്തോടുകൂടി മനുഷ്യനാണ് പ്രശ്നം എന്നുള്ളതും അവന്റെ വികസനത്തിന് വേണ്ടിയുള്ള വഴികൾ ആവിഷ്കരിക്കുക എന്നുള്ള ഇടത് ബദൽ എന്താണ് എന്നും കഴിഞ്ഞ 7 പതിറ്റാണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ച ഉണ്ടാകണം ഈ കേരളത്തിൽ എന്ന് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട്. അതങ്ങ് ഉറപ്പിച്ചെടുക്കണം. അത് ഉറപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 8 മണിക്കുള്ളിലെങ്കിലും നിർത്തണം എന്ന് ആഗ്രഹിച്ചതാണ്. ഈ കേന്ദ്ര ഉപരോധം എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു വഴി കൂടി പറഞ്ഞുതരാം. ഞാൻ നേരത്തെ വിമോചന സമരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് 1957 ആദ്യമായി കേരളം വോട്ടിന് പോയ സമയത്ത് കേരളം തെരഞ്ഞെടുത്തത് ഇടതുപക്ഷ സർക്കാരിനെയായിരുന്നു. ആ സർക്കാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തോന്നുംപടിയുള്ള വിദ്യാഭ്യാസ ക്രമങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാശ് വാങ്ങിയിട്ട് മാനേജ്മെന്റുകൾക്ക് ആളെ അപ്പോയിന്റ് ചെയ്യാം. അപ്പോയിന്റ് ചെയ്ത ശേഷം സർക്കാർ കൊടുക്കുന്ന പണം മാനേജ്മെന്റ് കയ്യിൽ വെച്ച് അതിന്റെ ഏതെങ്കിലും ഒരു വിഹിതം എടുത്തിട്ട്, അങ്ങനെയല്ലേ വലിയ ടീച്ചറെ, അധ്യാപകർക്ക് കൊടുക്കാം. അധ്യാപകർക്ക് ചോദിക്കാൻ എന്തെങ്കിലും അവകാശം ഉണ്ടോ? ഒരു അവകാശവും ഇല്ല. അപ്പോ അങ്ങനത്തെ അധ്യാപകർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പോകുന്നവൻ പോയാൽ മതി, പോകാത്തവൻ പോകണ്ട. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ, കാര്യക്ഷമമായ അധ്യാപനം അവിടെ നടക്കണമെങ്കിൽ അന്തസ്സുള്ള ജോലിയാണ് ചെയ്യുന്നത് എന്ന് അധ്യാപക സമൂഹത്തിന് തോന്നണം. ആ ഒരു തോന്നൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അന്ന്
ഈ പറയുന്ന മാനേജ്മെന്റുകളുടെ കീഴിലിരിക്കുന്ന സകല വിദ്യാലയങ്ങൾക്കും സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്ന സംവിധാനം തുടങ്ങിയത്. അതാർക്കൊക്കെ കൊണ്ടു? ക്രൈസ്തവ സഭകൾക്ക് കൊണ്ടു, നായർ സമുദായത്തിന് കൊണ്ടു. ഒരു പരിധി വരെ ആദ്യമൊക്കെ വിമുഖത കാണിച്ചുവെങ്കിലും ഇവരുടെ കൂടെ കൂടിയില്ലെങ്കിൽ കാര്യം നടക്കില്ല എന്ന് കണ്ടപ്പോ മുസ്ലിം സമുദായ സംഘടനകൾക്കും കൊണ്ടു. അങ്ങനെ ഇടതുപക്ഷത്തിനെ താഴെ ഇറക്കാൻ ഈ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ തെരുവുകളിൽ നടന്ന സമരാഭാസത്തിന്റെ പേരാണ് വിമോചന സമരം. അങ്ങനെ തന്നെ പറയണം. ആഭാസ സമരത്തിന്റെ ആവർത്തനത്തിന് വേണ്ടിയാണ് സാമുദായിക ചേരുവകളെ കൂട്ടുപിടിച്ചുകൊണ്ട് 2026 ഇതേ ആളുകൾ ശ്രമിക്കാൻ പോകുന്നത്. കാരണങ്ങൾ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ, ചേരുവകൾ മാറിയിട്ടില്ല. അതിനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് അതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കണം. ഇനി എന്താണ് വിമോചന സമരത്തിന്റെ അവസാനം സംഭവിച്ചത്? ഇല്ലാത്ത കാരണം പറഞ്ഞ് ഏറ്റവും ദക്ഷിണാശാലിയായ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നെഹ്റു ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിട്ടു. ഈ പിരിച്ചുവിടലിന്റെ മോദിയുടെ പതിപ്പിന്റെ പേരാണ് സാമ്പത്തിക ഉപരോധം. ഒന്നുകൂടി ലളിതമാക്കി പറഞ്ഞാൽ, അന്ന് ചോദിക്കാനും പറയാനും വ്യവസ്ഥയില്ലാത്ത ഒരു നാട്ടിൽ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ടാക്കിയെടുത്ത് ആഭ്യന്തര ക്രമസമാധാനം തകർന്നു എന്ന് വിമോചന സമരത്തിന്റെ പേരിൽ ഒരു കാരണമുണ്ടായി. ആർട്ടിക്കിൾ 356 പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടാണ് അവര് പക വീട്ടിയത് എങ്കിൽ എന്തിനുള്ള പക? നാട് നന്നാക്കിയതിനുള്ള പക. കഴിഞ്ഞ 9 കൊല്ലമായി ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പക മോഡിയുടെ സർക്കാർ വീട്ടുന്നത് ഇതേ ഭരണഘടനയുടെ മറ്റ് വകുപ്പുകളെ കൂട്ടിപ്പിടിച്ചാണ് എന്നറിയുമ്പോ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾക്ക്, അതിനാണ് നമ്മൾ സാമ്പത്തിക ഉപരോധം എന്നൊക്കെ പറയുന്നത്. കൊടുക്കാനുള്ള പണം കൊടുക്കാതിരിക്കാനുള്ള വഴികൾ അത് ഭരണഘടനയെ മുൻനിർത്തി തന്നെ ചെയ്തു തീർക്കുമ്പോ അതേ ഭരണഘടനയെ മുൻനിർത്തി തന്നെ നമ്മൾ സുപ്രീം കോടതി വരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ടും ഉത്തരമില്ല എങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക് തിരിച്ചു വന്ന് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുക. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വാചകത്തിൽ അർത്ഥം കൊണ്ട് തന്നെ ഇങ്ങോട്ടെങ്ങനെയോ അതുപോലെ തന്നെ അങ്ങോട്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആ രാഷ്ട്രീയത്തിന്റെ പേരായിരിക്കണം ഇനി വരും കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷം ഉയർത്തുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ. അത് തെരുവിലെങ്കിൽ തെരുവില്, കൊങ്ങയ്ക്ക് പിടിച്ചെങ്കിൽ കൊങ്ങയ്ക്ക് പിടിച്ച്, വാങ്ങിയെടുക്കാനുള്ളത് വാങ്ങിയെടുക്കാൻ അറിയുമെന്നും അതിന് സാധൂകരണം നൽകുന്ന ഒരു ഭരണഘടന നിലവിലുള്ളിടത്തോളം കാലം ആ വഴികൾ തേടുമെന്നും ആ വഴികൾ അടയുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനെ സമരം ചെയ്യാൻ പിന്നാരും പഠിപ്പിക്കാൻ വരണ്ടെന്നും അത് കാണിച്ചു തരാമെന്നും പറയാനുള്ള രാഷ്ട്രീയാർജവത്തിലേക്കാണ് സഖാക്കളെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഇങ്ങനെ തന്നെ പറഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ വന്നത് വെറുതെ ആകുമെന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന വിധം, അതിന്റെ ഗൗരവത്തെ, ഉള്ളടക്കത്തെ നിങ്ങളുടെ ബോധത്തിലേക്ക് തള്ളിവെക്കുന്ന വിധം പറഞ്ഞു തീർത്തത്. നിങ്ങൾ നടന്നത് വെറും ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ മുന്നിൽ 14 ജില്ലകളിൽ നടത്തിയ ഉപരോധ സമരത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയുള്ള നടത്തമല്ല. നിങ്ങൾ ആ സമരത്തിന്റെ മുദ്രാവാക്യം ഏറ്റെടുക്കുകയായിരുന്നു. എന്ത്? കേന്ദ്രം കാണിക്കുന്നത് തോന്നിവാസമാണ്. ആ തോന്നിവാസത്തിനെ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യും. ഇന്നിങ്ങനെ ചോദ്യം ചെയ്യും. നാളെയും നിങ്ങൾ ഇത് തുടരുകയാണെങ്കിൽ ചോദ്യം ചെയ്യുന്ന രീതി മാറും. ആ രീതികൾക്കും കേരളത്തിന്റെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോഡി കാണിക്കുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ കാണിച്ചതിന്റെ തനിപ്പകർപ്പാണെങ്കിൽ ബ്രിട്ടീഷുകാരോട് ഗാന്ധിജി ചെയ്ത സമരങ്ങൾക്കും ഇതുപോലെ ഓരോ ക്രമങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം നിസ്സഹകരണം എന്നാണ് ഗാന്ധി പേരിട്ട് വിളിച്ചത്. സമരം ചെയ്യുമ്പോൾ സഹകരിക്കില്ല നിങ്ങളുടെ നിയമങ്ങളോടൊന്ന്. പിന്നെ നിയമലംഘനം എന്നായി, ഉള്ള നിയമത്തെ ഞാൻ ലംഘിക്കുമെന്നായി. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഗാന്ധിക്ക് 8 വർഷങ്ങൾ വേണ്ടി വന്നു തിരിച്ചറിവുകൾ ഉണ്ടാകാൻ. ആദ്യം നിസ്സഹകരിച്ചു നോക്കി, ഏൽക്കുന്നില്ലെന്ന് കണ്ടപ്പോ നിയമം ലംഘിച്ചു നോക്കി, അവിടെയും ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവസാനം ഒരു മുദ്രാവാക്യം ഉയർത്തി. എന്താ? ക്വിറ്റ് ഇന്ത്യ എന്നുള്ളതായിരുന്നു. എങ്കിൽ അതിന്റെ ഇടയിലേക്ക് 10-20 വർഷക്കാലം ഈ രാജ്യത്തെ പരുവപ്പെടുത്തിയെടുക്കാൻ, ഇവിടുത്തെ രാഷ്ട്രീയത്തെ പരുവപ്പെടുത്തിയെടുക്കാൻ നമ്മളടക്കമുള്ളവർ ചെയ്തതും ശ്രമിച്ചതും എന്താണ് എന്നുള്ളതിന്റെ ബോധം, ഓർമ്മ ഈ കണ്ണൂരിൽ പെരളശ്ശേരിയിൽ വന്ന് AKGയുടെ നാട്ടിൽ വന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി പോകുമ്പോ ഉറപ്പിച്ചുകൊള്ളുക, സമരത്തിന്റെ ഒരു രീതി മാത്രമേ നമ്മൾ പുറത്തെടുത്തിട്ടുള്ളൂ. പുറത്തെടുക്കാനുള്ള രീതികൾക്കൊക്കെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിൽ ആശയവും ആയുധവും ഉണ്ടാകും എന്നുള്ളതിന്റെ ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ കേന്ദ്ര ഉപരോധത്തിനുള്ള
കേരളത്തിന്റെ മറുപടി, അതിന് മറ്റൊരു മറുപടി കൂടി 2026 കണ്ടെത്തണം. ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിനെ തെരഞ്ഞെടുത്തുകൊണ്ട് കേരള ജനത ആ ഉപരോധത്തിനെതിരെ വലിയ ഒരു സന്ദേശം നൽകണം. അതിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ നമ്മളിൽ രാഷ്ട്രീയം കണ്ട്, നമ്മൾ പറയുന്നതിലെ ആർജവം കണ്ട്, നടപ്പിലാക്കിയതിലെ കൃത്യത കണ്ട് ജനങ്ങൾ നമ്മളോടൊപ്പം അണിനിരക്കണം. അവരെ അണിനിരത്താതിരിക്കാൻ എത്രയോ ശത്രുക്കൾ ചേർന്ന് അവരുടെ ആലോചനയെ, അവരുടെ ചിന്തയെ തടവറയിലാക്കിയിരിക്കുകയാണ്. അതിന് മാധ്യമ മുതലാളിമാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമുദായിക പിന്തിരിപ്പന്മാരുണ്ട്. സകലരും കൂടിയാൽ പോലും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നും ജനങ്ങളാണ് നമ്മളുടെ അടിത്തറ എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അടിത്തറയെ ഒന്നുകൂടി ബലമുള്ളതാക്കാൻ ഈ മാർച്ച് മാസം 19 നമ്മൾ ഇവിടെ ഒത്തുചേർന്നതിന്റെ ഓർമ്മകൾ നമുക്ക് അടുത്തൊരു കൊല്ലത്തേക്കും വരുന്ന കാലഘട്ടത്തേക്കും മുഴുവൻ ഇന്ധനമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.